കാറ്റത്ത് കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. രാവിലെ സുധീഷും ഹരീഷും ഹാളിൽ മൊബൈലിലെ ഫോട്ടോയും നോക്കിയിരിപ്പാ. ഈ ഫോട്ടോ കൊള്ളാലോ എന്ന് ഹരീഷ് പറയേ. ആടാ, ഈ സമയത്തൊക്കെ നീ നീതുവിന് ഗർഭമായി എന്നും പറഞ്ഞിരിക്കായിരുന്നു എന്ന് സുധീഷും പറയുന്നുണ്ട്. അപ്പോഴാണ് നികേഷ് അങ്ങോട്ട് വന്ന് നാട്ടിലത്തെ ഫോട്ടോസ് ആണോ എന്ന് ചോദിക്കുന്നത്. അതിടാന്ന് സുധീഷ് പറയാൻ നല്ലത് നോക്കി എനിക്ക് അയക്കണേന്ന് നികേഷും. അപ്പോഴാണ് എഴുന്നേറ്റ് വരുന്ന നിധിയെ കണ്ട് നികേഷ് ഗുഡ് മോർണിംഗ് പറയുന്നത്. നിധിയും തിരിച്ച് ഗുഡ് മോർണിംഗ് പറയുമ്പോഴേക്കും സാധാരണ നേരത്തെ എഴുന്നേൽക്കാറുള്ളതാണല്ലോ, ഇന്ന് എന്ത് പറ്റിയെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. 4-5 ദിവസം മാറിക്കിടന്നിട്ട് ഉറക്കം ശരിയായില്ല, ഇന്നലെ നന്നായിട്ട് ഉറങ്ങി. പേസ്റ്റ് എവിടെയെന്ന് നിധി ചോദിക്കേ. ദാ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് നികേഷ് കാണിച്ചു കൊടുക്കുക. നിധി അങ്ങോട്ട് പോകുമ്പോഴേക്കും സുധീഷ് ഹരീഷിനോടായി പറയുന്നുണ്ട്, കേട്ടില്ലേടാ അവൾ പറഞ്ഞത്, അവൾക്ക് ഈ വീട്ടിൽ വന്നപ്പോഴാ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റിയതെന്ന്. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? എടാ, അവൾക്ക് ഈ വീട് സ്വന്തം വീടാണെന്നല്ലേ എന്ന് സുധീഷ് സന്തോഷത്തോടെ പറയേ. അവിടെ താമസിച്ച വീട്ടിൽ നിറയെ കൊതുകായതുകൊണ്ടാവാലോ എന്ന് ഹരീഷും പറയുന്നുണ്ട്. അപ്പോഴാണ് സുഭാഷ് ഏട്ടൻ അങ്ങോട്ട് വരുന്നത്. അങ്ങോട്ട് വന്ന നിധിയോട് മോളെ എഴുന്നേറ്റോ, ചായ എടുക്കട്ടെ എന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്. വേണ്ട, ആദ്യം ഒന്ന് ഫ്രഷ് ആവട്ടെ, ജോലിക്ക് പോകണം എന്നവൾ ടെൻഷനോടെ പറയേ. അതിനെന്തിനാ ഇപ്പൊ സങ്കടപ്പെടുന്നേ എന്ന് സുഭാഷ് ഏട്ടനും ചോദിക്കുന്നുണ്ട്. 3-4 ദിവസം ജോലിയായിരുന്നിട്ട് ഇന്ന് പോണല്ലോ എന്നോർക്കുമ്പോ ഒരു വിഷമം എന്ന് നിധി. അത് കേട്ട് സുധീഷും ഒരു കാര്യം ചെയ്യാം, അടുത്ത മാസം നമുക്ക് ഒരു ട്രിപ്പ് കൂടി പോവാമെന്ന് പറയുന്നുണ്ട്. അയ്യോ, ഇനി ലീവൊന്നും പെട്ടെന്ന് കിട്ടില്ല, 6 മാസത്തേക്ക് നല്ല തിരക്കാണെന്ന് നിധിയും. അപ്പൊ ഒരു കാര്യം ചെയ്യും, നമുക്ക് അത് കഴിഞ്ഞു പോവാം എന്ന് സുധീഷും. ഓക്കെ, ഞാനൊന്ന് ഫ്രഷ് ആയി വരാമെന്ന് പറഞ്ഞ് നിധി അവിടെ നിന്ന് പോവുകയാ. താൻ ദോശ ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞ് സുഭാഷ് ഏട്ടൻ അടുക്കളയിലേക്ക് പോകുമ്പോഴേക്കും സുധീഷ് വീണ്ടും ഹരീഷിനോടും നികേഷിനോടുമായി 6 മാസം കഴിഞ്ഞ് പോവാന്ന് പറഞ്ഞപ്പോ അവള് പറഞ്ഞത് കേട്ടോ ഓക്കെ എന്ന്. അതിനെന്താ വേണ്ടതിപ്പോ എന്ന് ഹരീഷും. അതിനർത്ഥം അവൾക്ക് എന്റെ കൂടെ വരാൻ ഇഷ്ടമുണ്ടെന്നല്ലേ എന്ന് സുധീഷ് ചോദിക്കുന്നതൊക്കെ. സുധീഷ് ഏട്ടന്റെ പോ എന്ന് ചോദിച്ച് പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഹരീഷ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാ. പിന്നീട് സുധീഷ് കുളിച്ച് റെഡിയാവുമ്പോഴേക്കും മുറ്റത്തൊരു കാർ വന്ന് നിൽക്കുക. ആരാണെന്ന സംശയത്തോടെ സുധീഷ് ഉമ്മറത്തേക്ക് ചെന്ന് നോക്കുമ്പോഴേക്കും കാറിൽ നിന്ന് ഇറങ്ങുന്ന സിദ്ധാർത്ഥിനെയാണ് കാണുന്നത്. ഇവൻ എന്താ ഇവിടെ എന്ന് ചോദിച്ച് സുധീഷ് സിദ്ധാർത്ഥിന്റെ അരികിലേക്ക് ഓടി ചെല്ലുമ്പോഴേക്കും സിദ്ധാർത്ഥം ഹായ് പറഞ്ഞ് നിങ്ങളുടെ കസിൻ നിധി ഇവിടെയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഉണ്ടെന്ന് സുധീഷ് പറയാൻ 2-3 ദിവസമായി ഓഫീസിലേക്ക് കാണുന്നില്ല, ഒന്ന് വന്ന് അന്വേഷിച്ചിട്ട് പോവാമെന്ന് കരുതിയെന്ന് സിദ്ധാർത്ഥം. അല്ല, അതിനവള് ലീവ് പറഞ്ഞതാണല്ലോ, പിന്നെന്തായെന്ന് സുധീഷും. അത് പക്ഷേ എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള അസുഖമാണോന്ന് അറിയണല്ലോ. നിധി ഓക്കെ അല്ലേന്ന് സിദ്ധാർത്ഥ് ചോദിക്കേ. നിധി ഓക്കെയാണ്, പക്ഷേ അത് അന്വേഷിക്കാൻ വേണ്ടി നിങ്ങൾ ഇത്രയും ദൂരം വന്നത് എന്തിനാണെന്നാ മനസ്സിലാവാത്തെന്ന് സുധീഷും. അതങ്ങനെയല്ല, ഞാൻ ഇതിലെ പോയപ്പോ നിധിയുടെ വീട് ഇവിടെയാണല്ലോ, അപ്പൊ ഒന്ന് കേറിയെന്നേ ഉള്ളൂ എന്ന് സിദ്ധാർത്ഥം. ഓ, ഈ വഴി പോയപ്പോ കേറിയതാണല്ലേ, ഞാൻ കരുതി ഇങ്ങോട്ട് അന്വേഷിച്ചു വന്നതാണെന്ന് എന്ന് സുധീഷ് പറയുമ്പോഴേക്കും സുഭാഷ് അങ്ങോട്ട് വരിക. സിദ്ധാർത്ഥ സുഭാഷിനെ നമസ്കാരം പറയുമ്പോഴേക്കും എന്താ ഇങ്ങനെ പുറത്തു നിൽക്കുന്നേ, അകത്തേക്ക് വരൂ എന്ന് പറഞ്ഞ് സിദ്ധാർത്ഥിനെ വിളിച്ച് സുധീഷിനോടായി എടാ ഇങ്ങനെ പുറത്ത് നിർത്തിയാണോ സംസാരിക്കുന്നത് എന്ന് ചോദിച്ച് സിദ്ധാർത്ഥിനെയും കൂട്ടി അകത്തേക്ക് പോവുകയാണ്. ദേഷ്യം കടിച്ചമർത്തി സുഭാഷ് ഏട്ടാന്ന് വിളിച്ച് സുധീഷും പുറകെ ചെല്ലുന്നുണ്ട്. സുഭാഷ് സിദ്ധാർത്ഥിനെ കസേരയിട്ട് കൊടുത്ത് നിധി മോളെ ഇത് ആരെന്ന് നോക്കിയേ എന്ന് വിളിച്ചു പറയേ. ഇതാ വരുന്നു സുഭാഷ് ഏട്ടാ എന്ന് നിധിയും വിളിച്ചു പറയുന്നുണ്ട്. പിന്നെ മുഖ്യമന്ത്രി നേരിട്ട് വന്നിരിക്കല്ലേ, ഈ സുഭാഷ് ഏട്ടനെ കൊണ്ട് തോറ്റു എന്ന് സുധീഷും മനസ്സിൽ പറയുന്നുണ്ട്. അങ്ങോട്ട് റെഡിയായി വന്ന നിധിയും സിദ്ധാർത്ഥിനെ കണ്ട് എന്താ സിദ്ധാർത്ഥ് ഇവിടെ എന്ന് ചോദിക്കേ. നിധിയെ 3-4 ദിവസമായി കണ്ടില്ല എന്ന് സിദ്ധാർത്ഥ്. ഞാൻ ലീവ് പറഞ്ഞിരുന്നല്ലോ എന്ന് നിധി പറയേ. അത് ശരിയാ, പക്ഷേ എന്തെങ്കിലും അസുഖമുണ്ടോ എന്നൊരു ടെൻഷൻ, അതാ വന്നതെന്ന് സിദ്ധാർത്ഥ് പറയുമ്പോഴേക്കും ഹരീഷും നികേഷും അങ്ങോട്ടെത്തുകയാ. ഞാൻ ചായ എടുക്കാമെന്ന് പറഞ്ഞ് സുഭാഷ് അടുക്കളയിലേക്ക് പോകുമ്പോഴേക്കും അപ്പോ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് നിധിയോടായി സിദ്ധാർത്ഥ് ചോദിക്കുക. അയ്യോ ഇല്ല എന്നവൾ പുഞ്ചിരിയോടെ പറയേ. ഞാൻ ഇതിലെ പോയപ്പോ നിധി ഓർത്തു, അതാ ഇങ്ങോട്ട് വന്നത് എന്ന് സിദ്ധാർത്ഥും പറയുന്നുണ്ട്. ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങാൻ തുടങ്ങായിരുന്നു എന്നവൾ പറയേ. നികേഷ് ടെൻഷനോടെ നിൽക്കുന്ന സുധീഷിനെ നോക്കുക. ഈ സംസാരം എങ്ങനെയൊന്ന് അവസാനിപ്പിക്കുക എന്ന് സുധീഷും മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. ഞങ്ങൾ വീട്ടുകാരെല്ലാരും കൂടി തറവാട്ട് അമ്പലത്തിൽ പോയതായിരുന്നു, അതാ ലീവ് എടുത്തതെന്ന് നിധി പറയേ. ഓ അത് ശരി, അപ്പൊ ഞാൻ വെറുതെ ടെൻഷൻ അടിച്ചത് എന്ന് സിദ്ധാർത്ഥം പറയുന്നുണ്ട്. അവരിങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കെ സുഭാഷ് സിദ്ധാർത്ഥിനെ ചായ കൊണ്ടു കൊടുക്കുക. സുധീഷ് അപ്പോഴും ദേഷ്യത്തോടെ നോക്കി നിൽപ്പാ. കുടിച്ച് സുഭാഷ് ഏട്ടനോട് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞ സിദ്ധാർത്ഥ് വീണ്ടും നിധിയോട് സംസാരിക്കുകയാ. ദേഷ്യത്തോടെ ചിന്തിച്ചു നിൽക്കുകയായിരുന്ന സുഭാഷും സ്വപ്നം കാണുകയാ സിദ്ധാർത്ഥിനെ പെരുമാറുന്നത്. അവൻ ദേഷ്യത്തോടെ സിദ്ധാർത്ഥിന്റെ അരികിലേക്ക് ചെന്ന് ആ ഗ്ലാസ് ഇങ്ങ് തന്നെ. എടാ ഗ്ലാസ് ഇങ്ങ് തരാൻ എന്ന് പറയുമ്പോഴേക്കും സിദ്ധാർത്ഥ് സുധീഷിന് ഗ്ലാസ് നൽകുക. നികേഷേ ഇതൊന്ന് പിടിച്ചെന്ന് പറഞ്ഞ് ഗ്ലാസ് നികേഷിന്റെ കയ്യിലേക്ക് കൊടുത്തു. ഇനി എഴുന്നേൽക്ക് എന്ന് സിദ്ധാർത്ഥിനോടായി സുധീഷ് പറയുന്നുണ്ട്. സിദ്ധാർത്ഥ സംശയത്തോടെ ഇരിക്കെ എഴുന്നേൽക്കടാ എന്ന് ദേഷ്യത്തോടെ സുധീഷും. സിദ്ധാർത്ഥ പരിഭ്രമത്തോടെ എഴുന്നേൽക്കുമ്പോഴേക്കും കുറെ നേരമായല്ലോ നീ ഇവിടെ ഇരുന്ന് നെകളിക്കുന്നു, ലീവ് എടുത്ത് വീട്ടിലിരിക്കുന്ന എല്ലാവരുടെയും വീട്ടിൽ പോയി നീ ഇങ്ങനെ അന്വേഷിക്കോ എന്ന് ചോദിച്ച് അവന്റെ കോളറിനിട്ട് പിടിച്ച് കുറെ നേരമായല്ലോ നീ ഇവളോട് പല്ലിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എടാ അവള് ലീവ് പറഞ്ഞിട്ടല്ലേ പോന്നത്, പിന്നെ എന്തിനാടാ അവളെ ഇങ്ങോട്ട് അന്വേഷിച്ചു വരുന്നത് എന്ന് സുധീഷ് ദേഷ്യത്തോടെ ചോദിക്കുമ്പോഴേക്കും സുധീഷെ വേണ്ട എന്ന് പരിഭ്രമത്തോടെ നിധിയും വിളിച്ചു പറയുന്നുണ്ട്. ചുമ്മാതിരിക്കും നിധി എന്ന് അവളോടായി പറഞ്ഞ് വീണ്ടും സിദ്ധാർത്ഥിനോടായി കുറെ നാളായി ഞാൻ ഓങ്ങി വെച്ചിരിക്കും ഇവനെ, എന്റെ വീട്ടിൽ വന്ന് നീ അവളുടെ മുന്നിൽ സ്കോർ ചെയ്യുവാണല്ലേ, ചെയ്യൂടാ നീ ചെയ്യോടാന്ന് ചോദിച്ച് സുധീഷ് സിദ്ധാർത്ഥിനെ തല്ലി ചതയ്ക്കുകയാ.
സിദ്ധാർത്ഥിനെ തല്ലി ചതച്ച് നിലത്തേക്ക് തള്ളിയിട്ട് സുധീഷ് ഒരു ചെയറെടുത്ത് അവനെ അടിക്കാനായി നിൽക്കുമ്പോഴേക്കും സുധീഷെ എന്ന് പരിഭ്രമത്തോടെ വിളിക്കുന്നുണ്ട് നിധിയും. അക്കാര്യങ്ങളെല്ലാം മനസ്സിലോർത്ത് ദേഷ്യത്തോടെ സിദ്ധാർത്ഥിനെ നോക്കി കാണിച്ചു തരടാ എന്നൊക്കെ പറഞ്ഞ് കൈമുഷ്ടി ചുരുട്ടി നിൽക്കുന്ന സുധീഷിനെ കാണേ സുധീഷേ എടാ എന്ന് സുഭാഷ് ഏട്ടൻ വിളിക്കുന്നുണ്ട്. അവൻ ചിന്തയിൽ നിന്ന് ഉണരുമ്പോഴേക്കും നീ എന്താ തറയിലോട്ട് തുറച്ചു നോക്കി നിൽക്കുന്നേ എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കുക. ഒന്നുമില്ലെന്നവൻ ചുമലനക്കുമ്പോഴും സിദ്ധാർത്ഥും നിധിയും അവിടെ സംസാരിച്ചുകൊണ്ട് നിൽപ്പാ. എന്തായാലും ഞാൻ വിചാരിച്ച പോലൊന്നും സംഭവിച്ചില്ലല്ലോ, ഭാഗ്യം എന്ന് സിദ്ധാർത്ഥ് പറയുന്നവർക്ക് നിധി പുഞ്ചിരിയോടെ നിൽക്കുന്നത് കണ്ട് അങ്ങനെ വിചാരിക്കാൻ നീ ആരട പരട്ടെ എന്ന് സുധീഷും ദേഷ്യത്തോടെ മനസ്സിൽ ചിന്തിക്കുക. നിധി പെട്ടെന്ന് റെഡിയായ നമുക്ക് ഒരുമിച്ച് പോവാമെന്ന് സിദ്ധാർത്ഥ് പറയുന്നുണ്ടെങ്കിലും അയ്യോ വേണ്ട സിദ്ധാർത്ഥ് പോയിക്കോ എന്ന് നിധിയും. തനിക്ക് ബുദ്ധിമുട്ടില്ലെന്ന് സിദ്ധാർത്ഥ് പറയുന്നുണ്ടെങ്കിലും നിധി വന്നോളും, ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഇറങ്ങാറുള്ളതേ, നിങ്ങൾ പൊക്കോ ചെല്ലെന്ന് സുധീഷ് പറയുന്നുണ്ട്. ഓക്കെ പറഞ്ഞ് ചായ കുടിച്ചു തീർത്ത് എല്ലാവരോടും യാത്ര പറഞ്ഞ് നിധി ഓഫീസിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞ് സിദ്ധാർത്ഥ് ഇറങ്ങുകയാണ്. ഓ അവന്റെ ഒരു സുഖാന്വേഷണം എന്ന് ദേഷ്യത്തോടെ വിറുവിറുക്കുന്നുണ്ട് സുധീഷ്. നിധി ഒരു പുഞ്ചിരിയോടെ നോക്കി നിൽക്കെ അവൻ ആളത്ര ശരിയല്ലെന്നാ തോന്നുന്നേ എന്ന് സുധീഷ് പറയുന്നത് കേൾക്കെ അതെന്താ ആളെ ഏട്ടത്തിയെ അന്വേഷിച്ചു വന്നതുകൊണ്ടാണോ എന്ന് നികേഷൻ ചോദിക്കുക. അതെ, അയാൾ എന്തിനാ നിധി അന്വേഷിച്ചുകൊണ്ട് വരുന്നത് എന്ന് സുധീഷ് ചോദിക്കെ ഇതിലെ പോയപ്പോ വെറുതെ കയറിയതാണെന്ന് സിദ്ധാർത്ഥ് പറഞ്ഞില്ലേ എന്ന് നിധിയും. പിന്നെ വെറുതെ കയറിയിറങ്ങാൻ ഇതെന്താ വല സത്രവോ എന്ന് സുധീഷ് ചോദിക്കെ എടാ അവിനാശ് പണിക്ക് വന്നില്ലെങ്കിൽ ഞാൻ അന്വേഷിച്ചു പോവില്ലേ എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കുന്നുണ്ട്. സുഭാഷ് ഏട്ടാ അവിനാശിനെ അന്വേഷിച്ച് സുഭാഷ് ഏട്ടൻ പോകുന്ന പോലെയാണ് ലീവ് എടുത്ത് വീട്ടിലിരിക്കുന്ന നിധിയെ അന്വേഷിച്ച് അയാൾ കയറി വരുന്നത് എന്ന് സുധീഷ് ചോദിക്കെ എന്താ വ്യത്യാസം എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കുക. സുധീഷും കൈകൂപ്പി അയ്യോ ഒന്നുമില്ല ചെല്ലേ ചെന്നൈ അടുക്കളയിൽ വല്ല പണി ഉണ്ടെങ്കിൽ അത് ചെന്ന് നോക്കെന്ന് സുധീഷ് ദേഷ്യത്തോടെ പറയുന്നു. അയ്യോ ഉപ്പേരിക്കിട്ടിട്ടുണ്ട് അത് മറന്നു എന്ന് പറഞ്ഞ് സുഭാഷ് ഏട്ടൻ അടുക്കളയിലേക്ക് പോവുകയാ. ഞാനും ഇറങ്ങുക, കുറെ വണ്ടി കൊടുക്കാനുള്ളതാണെന്നും പറഞ്ഞ് ബൈക്കിന്റെ ചാവിയും എടുത്ത് ഹരീഷും അവിടെ നിന്ന് പോവുകയാ. നിധിയും പോവാൻ റെഡിയായി ബാഗ് എടുക്കുമ്പോഴേക്കും സുധീഷും മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇനി അവൻ വഴിയിലെങ്ങാനും വെയിറ്റ് ചെയ്യോ എന്നോർത്തവൻ നടന്നു നീങ്ങുന്ന നിധിയോടായി നിധി ഏതെങ്കിലും വലിയ കമ്പനിയിൽ ജോലിക്ക് കയറാൻ നോക്ക് കേട്ടോ, ഇത് വിടുന്നതാണ് നിധിക്ക് നല്ലതെന്ന് പറയുന്നുണ്ട്. അയ്യടാ ജോലിക്ക് കയറിയിട്ട് 2 മാസം ആവുമ്പോഴേക്കും ഞാൻ ജോലി വിടാനോ? സുധീഷ് എന്താ വട്ടുണ്ടോ എന്ന് ചോദിച്ച് നികേഷിനോട് പോവാമെന്ന് പറഞ്ഞ് നിധി ഇറങ്ങി പോവുകയാണ്. വട്ടല്ലേ എനിക്ക് എന്ന് ദേഷ്യത്തോടെ പറഞ്ഞു നിൽക്കുമ്പോഴാണ് നികേഷും സുധീഷിനോടായി ഹലോ വട്ട് സുധീഷ് ചേട്ടന് തന്നെയാ കേട്ടോ പോട്ടെ എന്ന് പറഞ്ഞ് നികേഷ് ഇറങ്ങി പോകുന്നത്. ഇത് വള്ളിയായല്ലോ എന്ന് ചിന്തിച്ച് ടെൻഷനോടെ നിൽക്കുകയാണ് സുധീഷും. പിന്നീട് ജോലിക്കിറങ്ങിയ സുഭാഷ് റോഡിലൂടെ നടന്നു പോകുമ്പോഴാണ് സുഭാഷ് ഏട്ടെന്ന് വിളിച്ച് നീതു അങ്ങോട്ട് ഓടി വരുന്നത്. എന്തിനെങ്ങനെ ഓടിക്കിതച്ച് എന്നവൻ നീതുവിനോടായി ചോദിക്കെ സുഭാഷ് ഏട്ടനെ കണ്ടപ്പോ വന്നതാ എന്നവളും. സുഖല്ലേ എന്ന് സുഭാഷ് ചോദിക്കെ അതെ എന്ന് നീതു. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്നവൾ പറയേ അത് മനസ്സിലായി, വീട്ടുകാര് കല്യാണം കഴിപ്പിക്കാൻ നോക്കിയല്ലേ, എങ്ങനെയെങ്കിലും ആരെക്കൊണ്ടെങ്കിലും കെട്ടിച്ചാൽ മതി എന്നായിരിക്കും ല്ലേ എന്നവൻ ചോദിക്കെ സുഭാഷ് ഏട്ടന് മനസ്സിലായല്ലോ, അപ്പൊ ഞാൻ അവിടെ കഴിയുന്നത് എങ്ങനെയായിരിക്കും, പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്താ ഞാൻ അവിടെ കഴിയുന്നത്, എന്നിട്ട് പോലും എന്നെ പറ്റിച്ചവർ കല്യാണം കഴിപ്പിക്കാൻ നോക്കി, അപ്പോഴോ ഞാനൊരു കാര്യം പറഞ്ഞാൽ തെറ്റിദ്ധരിക്കോ എന്നവൾ ചോദിക്കേ നീ പറഞ്ഞു മോളെ എന്ന് സുഭാഷ് ഏട്ടനും. ആ വീട്ടിൽ ഇനി എത്ര കാലം കഴിയുമെന്ന് എനിക്കൊരു പിടിയുമില്ല, എങ്ങനെയെങ്കിലും അവരെന്റെ കല്യാണം നടത്താൻ ശ്രമിക്കും, അതിന് കഴിഞ്ഞില്ലെങ്കിൽ അവരെന്നെ എന്തെങ്കിലും ചെയ്യും, എന്റെ ആങ്ങളെ ഒരു പിശാച ദുരഭിമാനക്കൊല എന്ന് കേട്ടിട്ടില്ലേ, അതുവരെ സംഭവിക്കുമെന്ന് അവൾ ടെൻഷനോടെ പറയേ അങ്ങനെയൊന്നും പറയില്ലേ എന്ന് സുഭാഷ് ഏട്ടനും. സത്യ സുഭാഷ് ഏട്ടാ അതെന്റെ വീടാണെന്നൊരു തോന്നൽ എനിക്കിപ്പോഴില്ല, അവിടെയുള്ളവരെല്ലാം എനിക്കെതിരെ എന്തൊക്കെയോ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക എന്നവൾ പറയുന്നത് കേൾക്കെ എന്തൊക്കെയാ മോളെ ഈ പറയുന്നത് എന്ന് സുഭാഷൻ ചോദിക്കുക. ഹരീഷിനെ കെട്ടിയാൽ ആത്മഹത്യ ചെയ്യുമെന്നൊക്കെയാ അച്ഛനും അമ്മയും ഒക്കെ പറയുന്നത്, എന്തായാലും ഞാൻ തീരുമാനം മാറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ ഊഹിക്കാലോ. അതെ സുഭാഷ് ഏട്ടാ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ എത്ര നാൾ കഴിയുമെന്ന് എനിക്കറിയില്ല, ഞാൻ പറയണത് സുഭാഷ് ഏട്ടന് മനസ്സിലാവുന്നുണ്ടോ എന്ന് നിധി ചോദിക്കേ ഉവെന്ന് സുഭാഷും. ഞാൻ എത്ര വാശി പിടിച്ചാലും എന്റെ വീട്ടുകാർ ഹരീഷുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കുമെന്ന് സുഭാഷ് ഏട്ടൻ വിചാരിക്കുന്നുണ്ടോ? അവർക്ക് ഹരീഷിനോടുള്ള ദേഷ്യവും ഇഷ്ടക്കേടുമെന്നും കുറയാൻ പോകുന്നില്ല, അവർക്ക് വേണ്ടി ഞാൻ ഹരീഷിനെ മറക്കാനും പോകുന്നില്ല, പിന്നെയുള്ള ആകെ ഒരു വഴി ഞാൻ ഹരീഷിനെ വിവാഹം കഴിച്ച് അങ്ങോട്ട് വരിക എന്നുള്ളതാ. ഒരു തവണ ഞാനത് ചെയ്തതാ, അന്ന് ഹരീഷ് തന്നെ എന്നെ തിരിച്ചു കൊണ്ടാക്കി. അന്ന് എന്നോട് ഹരീഷ് പറഞ്ഞത് എന്താണെന്നറിയാമോ, സുഭാഷ് ഏട്ടന്റെ കല്യാണം കഴിയാതെ അവൻ എന്നെ വിവാഹം കഴിക്കില്ലെന്ന്. ഞങ്ങളുടെ കല്യാണം നടന്ന സുഭാഷ് ഏട്ടന്റെ കല്യാണം ഒരിക്കലും നടക്കില്ലെന്ന അവന്റെ പേടി. സുഭാഷ് ഏട്ടന്റെ കല്യാണം ഒരിക്കലും നടന്നില്ലെങ്കിലോ എന്ന് ഞാനും ചോദിച്ചു. അപ്പൊ അവനൊന്നും മിണ്ടിയില്ല. അതിനർത്ഥം സുഭാഷ് ഏട്ടൻ കെട്ടിയില്ലെങ്കിൽ അവൻ ഒരിക്കലും കല്യാണം കഴിക്കില്ലെന്നല്ലേ? അപ്പൊ ഇത്രയും കാലം അവന്റെ പുറകെ നടന്ന ഞാൻ ആരായി? ഹരീഷിന്റെ പ്രശ്നം എനിക്ക് മനസ്സിലായി. ഒരുപക്ഷെ സുഭാഷ് ഏട്ടന്റെ വിവാഹത്തിന് മുമ്പ് ഞങ്ങളുടേത് നടന്ന അത് സുഭാഷ് ഏട്ടന്റെ ലൈഫിനെ ബാധിക്കാൻ ഇടയുണ്ട്, അതാണ് പിന്നെ ഞാനും വീട്ടിലേക്ക് തിരിച്ചുപോയെ. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല, അവരുടെ പ്ലാൻ എന്താണെന്ന് ഒരു പിടിയുമില്ല. ഞാനത് ഹരീഷിനോടും പറഞ്ഞതാ, അവനൊന്നും ചെയ്യാൻ പറ്റില്ലെന്നാ പറഞ്ഞത്. ഒരേ ഒരു പോംവഴിയേ ഇതിനുള്ളൂ, സുഭാഷ് ഏട്ടൻ എത്രയും പെട്ടെന്ന് ആരെങ്കിലും കല്യാണം കഴിക്കണം, അത് നടന്നില്ലെങ്കിൽ ഞങ്ങളുടെ വിവാഹം നടക്കില്ല
എന്നവൾ ടെൻഷനോടെ പറയേ, ഏയ് അങ്ങനെയൊന്നുമില്ല നീതു, എന്റെ വിവാഹവും ഇതും തമ്മിൽ എന്താ ബന്ധം? ഞാൻ ഹരീഷിനോട് സംസാരിക്കാമെന്നവൻ പറയുന്നുണ്ട്. അയ്യോ അതൊന്നും വേണ്ട, അതോടെ അവൻ എന്നെ ഉപേക്ഷിക്കാനും മടിക്കില്ല. സുഭാഷ് ഏട്ടൻ എന്ന് വെച്ചാൽ അവൻ അത്രയ്ക്കും ജീവനാ. എങ്ങനെയെങ്കിലും സുഭാഷ് ഏട്ടനൊന്ന് കല്യാണം സെറ്റാക്കിയാ പിന്നെ ഞങ്ങളുടെ ഭാഗം ക്ലിയർ ആവും. ഹരീഷ് ഒരിക്കലും ഇത് സുഭാഷ് ഏട്ടനോട് പറയില്ല. സുഭാഷ് ഏട്ടന്റെ ജീവിതത്തിന് ഇതൊരു തടസ്സമാവുമെന്ന അവന്റെ പേടി. സുഭാഷ് ഏട്ടനെ ഒരു തടസ്സമായിട്ട് കണ്ടിട്ടല്ല ഞാൻ ഇത് പറയുന്നത്, എന്റെ അവസ്ഥയും നോക്കണമല്ലോ. സോ പ്ലീസ് എത്രയും പെട്ടെന്ന് ഒരു കല്യാണം സെറ്റാക്കണം. ഞാൻ വരട്ടെ എന്ന് പറഞ്ഞ് നീതു നടന്നു നീങ്ങുകയാ. അവൾ പോകുന്നത് നോക്കി ടെൻഷനോടെ ഒരു നിമിഷം നിന്ന് സുഭാഷും തന്റെ ജോലി സ്ഥലത്തേക്കായി പോവുകയാണ്. നിധിയും നികേഷും ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുമ്പോഴേക്കും സുധീഷും പുറകെ ചെല്ലുന്നുണ്ട്. ഞങ്ങൾ തനിയെ പോയിക്കോളാമെന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ എന്തിനെങ്ങനെ കൂടെ വരുന്നത് എന്ന് സുധീഷിനോടായി നിധി ചോദിക്കുക. ഞാൻ അതിനെ ബസ് സ്റ്റോപ്പ് വരെയല്ലേ വരുന്നുള്ളൂ, അല്ലാതെ ബസ് കയറി കൂടെ വരാനൊന്നും പോകുന്നില്ലല്ലോ എന്ന് സുധീഷും. നികേഷ് എപ്പോഴും ആ പെൺകുട്ടിയെ കുറിച്ചോർത്ത് ആലോചനയോടെ നടപ്പാ. അവള് വന്നില്ലേ, വരാൻ സമയമായല്ലോ എന്നൊക്കെ ചിന്തിക്കുമ്പോഴേക്കും അവർ ബസ് സ്റ്റോപ്പിൽ എത്തിയിരുന്നു. നികേഷിന്റെ ആ നിൽപ്പ് കണ്ട് ഇവൻ ഇതെന്തു പറ്റി എന്ന് സുധീഷും മനസ്സിൽ ചിന്തിക്കുക. അവൻ ടെൻഷനോടെ നോക്കി വരാറായില്ലേ എന്ന് മനസ്സിൽ ചിന്തിക്കുന്നത് കാണേ സുധീഷ് വീണ്ടും നീ ഇതാരെയാ നോക്കുന്നേ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ആരെ നോക്കാൻ എന്നൊരു ചിരിയോടെ നികേഷും. എന്താടാ എന്ന് സംശയത്തോടെ സുധീഷും ചോദിക്കുക. ഏയ് എന്ന് പറഞ്ഞവൻ നാണത്തോടെ നിൽക്കുമ്പോഴേക്കും നിന്റെ ചിരിയിൽ ഒരു വശപ്പിശകുണ്ടല്ലോ എന്ന് സുധീഷും ചോദിക്കുക. സാറിനെ കാണാൻ ചിലര് സ്ഥിരമായിട്ട് ബസ് സ്റ്റോപ്പിൽ എത്താറുണ്ട്, അതാ എന്ന് നിധിയും പുഞ്ചിരിയോടെ പറയുക. അതാര് എന്ന് അമ്പരപ്പോടെ സുധീഷ് ചോദിക്കേ. അത് എടുത്തിക്കെന്താ വെറുതെ ഓരോന്ന് എന്ന് നികേഷും പരിഭവത്തോടെ പറയുന്നുണ്ട്. ഡാ എന്ന് കളിയാക്കി നിധി ചിരിയോടെ വിളിക്കുമ്പോഴേക്കും ശരിക്കും എന്ന് സുധീഷും. അതേന്ന് നിധി പറയേ. ആണല്ലേ എന്ന് പറഞ്ഞ് നിൽപ്പാ സുധീഷും. അപ്പോഴാണ് ആ പെൺകുട്ടി അവളുടെ ഫ്രണ്ടുമായി സംസാരിച്ചു വരുന്നത് നികേഷ് കാണുന്നത്. അത് കണ്ട് സുധീഷും അതാണോ എന്ന് അവനോടായി ചോദിക്കുന്നുണ്ട്. അതെ എന്ന് പറഞ്ഞ ദേഷ്യത്തോടെ ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കുവല്ലേ എന്ന് നികേഷ് ചോദിക്കുക. അവരെ ശ്രദ്ധിച്ച് അതിലേതാടാ, റെഡ് ഷോൾ ആണോ വൈറ്റ് ഷോൾ ആണോ എന്ന് സുധീഷ് ചോദിക്കുക. റെഡ് ഷോൾ ആണെന്ന് നികേഷും പറയുക. അവരെ ശ്രദ്ധിച്ച് സുധീഷും ഇതേതാ ഈ കുട്ടി? മറ്റേത് ജോസേട്ടന്റെ മോള് ജിസ. ഈ കുട്ടി ഇവിടെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് സുധീഷ് സംശയത്തോടെ നോക്കി നിൽക്കേ. അത് ശ്രദ്ധിച്ച് നിധിയും ഈ നാട്ടിലെ എല്ലാ പെൺകുട്ടികളുടെയും സെൻസ് നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കുക. അല്ല, ഞാൻ ഈ നാട്ടിൽ ജനിച്ചു വളർന്നയാളല്ലേ നിധി, പ്രസവിച്ച് വീണ കുഞ്ഞുങ്ങൾ മുതലേ ഒതുക്കി കിളവിമാരെ വരെ എനിക്കറിയാം എന്ന് നിധി പറയുന്നവൾക്ക് നിധി ദേഷ്യത്തോടെ നിൽപ്പാ. അയ്യോ ഞാൻ ആ അർത്ഥത്തിൽ പറഞ്ഞതല്ല, നാട്ടിലുള്ള ആൾക്കാരല്ലേ എന്നൊക്കെ പറഞ്ഞ് സുധീഷ് നിധിയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കേ. ആ പെൺകുട്ടി സുധീഷിനെ തന്നെ ശ്രദ്ധിച്ച് നടന്നു വരികയാ. നികേഷ് അവളോട് ചിരിക്കാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾ സുധീഷിനെ നോക്കിക്കൊണ്ട് നടന്നു വരികയാ. അപ്പോഴാണ് ഒരു ഓട്ടോ അതുവഴി വരുന്നത്. അവരാ ഓട്ടോയിലേക്ക് കയറുമ്പോഴേക്കും നികേഷ് ടെൻഷനോടെ നിൽപ്പാ. ആ ഓട്ടോ പോകുന്നത് നോക്കി നികേഷ് നിരാശയോടെ നിൽക്കുമ്പോഴാണ് ആ പെൺകുട്ടി ഓട്ടോയിൽ നിന്ന് തിരിഞ്ഞു നോക്കി നികേഷിനെ നോക്കി ചിരിക്കുന്നത്. അത് കണ്ട് നികേഷും സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് അവളോട് ഹായ് പറയുകയും. നിധിയും അവനോടായി വന്നതും ആ കുട്ടി കേറിപ്പോയല്ലോടാ എന്ന് ചോദിക്കേ. നിങ്ങൾ രണ്ടും അടിയുണ്ടൊക്കെ കൊണ്ട് നിൽക്കുകയല്ലേ, ആ കുട്ടി എന്നെ തന്നെ നോക്കുകയായിരുന്നു എന്ന് നികേഷും. എടാ അങ്ങനെ നോക്കി നിന്നോണ്ടായില്ല, നമ്മളായിട്ട് ചെന്ന് അങ്ങോട്ട് സംസാരിക്കണം. വെറുതെ ചെന്ന് ഇടിച്ചു കയറി ഓരോന്ന് പറഞ്ഞ് നമ്മളായി അങ്ങോട്ട് ചെന്ന് ഒരു ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കണം, എന്നാലേ കാര്യങ്ങൾ നടക്കും. ഇതൊക്കെ ചോദിക്കണ്ടേ എന്റെ അടുത്ത് എന്നൊക്കെ സുധീഷിന്റെ ഉപദേശങ്ങൾക്ക് നിധി അവനെ നോക്കി തലയാട്ടുകയാണ്. അയ്യോ വെറുതെ നിധി, ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടെങ്കിൽ അത് മാറിക്കോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതാ എന്ന് സുധീഷ് പറയേ. നിധി ഒന്നും മിണ്ടാതെ ദേഷ്യത്തോടെ നിൽപ്പാ. വേണ്ടായിരുന്നു എന്ന് സുധീഷും മനസ്സിൽ പറയുക. നിരാശയോടെ നിൽപ്പാ നികേഷും. ജോലി സ്ഥലത്തെത്തിയ സുഭാഷും നീതു പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് ടെൻഷനോടെ ഇരിപ്പാ. ജോലിക്കെത്തിയ അവിനാശം ഡ്രസ് എല്ലാം മാറി സുഭാഷേട്ടന്റെ അരികിലേക്ക് വന്ന ബയ്യ എന്താ ഇങ്ങനെ ഇരിക്കണേ എന്ന് ചോദിക്കുന്നുണ്ട്. ഏയ് ഒന്നുമില്ല, നല്ല സുഖം തോന്നുന്നില്ലെന്ന് സുഭാഷും. വേണമെങ്കിൽ വീട്ടിലേക്ക് പോയിക്കോ, ഞാൻ ഇവിടെ നോക്കിക്കൊള്ളാമെന്ന് അവിനാശ് പറയുന്നു. ഏയ് സാരമില്ല, നീ തുടങ്ങിക്കോ എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും അവിനാശ് ജോലിക്കായി പോവാൻ തുടങ്ങുകയാ. സുഭാഷ് വീണ്ടും അവനെ വിളിച്ച് അവിനാശേ ഇങ്ങ് വന്നേ, അന്ന് ചാന്ദിനെ അന്വേഷിച്ച് വീട്ടുകാർ വന്നിട്ട് എന്തായി എന്ന് ചോദിക്കുക. അവര് വന്ന് മടങ്ങിപ്പോയി. അന്ന് നിങ്ങളുടെ കൂടെ അവള് വന്നതുകൊണ്ട് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ചാന്ദിനി അവർ കൊണ്ടുപോയനെ. എന്റെ അമ്മയ്ക്ക് അവൾ എവിടെയുണ്ടെന്ന് അറിയാം, പക്ഷേ അമ്മ പറയില്ല. അവൾക്ക് ഇഷ്ടമില്ലാത്ത വിവാഹത്തിന് അമ്മയ്ക്കും താല്പര്യമില്ല എന്ന് അവിനാശ് പറയേ. ഇഷ്ടമില്ലാത്ത വിവാഹം നടത്തരുത് അവിനാശ് എന്ന് സുഭാഷും പറയുന്നുണ്ട്. ഇല്ല സുഭാഷ് ഏട്ടാ, ഇഷ്ടമില്ലാത്ത വിവാഹം നടത്തില്ല എന്ന് അവിനാശ് പറയേ. ചെല്ലെന്ന് പറഞ്ഞ് സുഭാഷ് അവനെ പറഞ്ഞു വിടുകയാ. അപ്പോഴാണ് ബ്രോക്കർ അങ്ങോട്ട് വരുന്നത്. എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത് എന്നയാൾ ചോദിക്കേ. അതെന്റെ കല്യാണ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാ എന്ന് സുഭാഷും പറയുന്നുണ്ട്. ബ്രോക്കറും സുഭാഷിന്റെ അരികിലേക്ക് ഇരുന്ന് അത് കൊള്ളാലോ, സാധാരണ ഞാൻ ഏതെങ്കിലും കണ്ടുപിടിച്ചു കൊണ്ടുവരുമ്പോ പോകുമെന്നല്ലാതെ ആലോചനയ്ക്കൊന്നും ഇറങ്ങി പുറപ്പെടാറില്ലല്ലോ സുഭാഷേ എന്ന് ബ്രോക്കർ ചോദിക്കുക. ഇനി അങ്ങനെ പറ്റില്ല, എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണം. പെണ്ണ് എവിടെയുള്ളതായാലും എങ്ങനെയുള്ളതായാലും വേണ്ടില്ല എന്ന് സുഭാഷ് പറയേ. എന്തിനാണ് ഇത്രയ്ക്ക് ധൃതി എന്ന് ബ്രോക്കറും ചോദിക്കുക. എനിക്ക് കല്യാണം കഴിക്കാനുള്ള ധൃതി കൊണ്ടല്ല ചേട്ടാ,
എന്റെ കല്യാണം കഴിയാതെ ഹരീഷ് കല്യാണം കഴിക്കില്ലെന്ന പിടിവാശി അതായെന്ന് സുഭാഷ്. നിനക്ക് മുമ്പേ സുധീഷ് കെട്ടിയില്ലേ, പിന്നെന്താ ഹരീഷിന് കെട്ടിക്കൂടെ എന്ന് ബ്രോക്കറും. അതുകൊണ്ട് തന്നെയാ ഹരീഷ് അങ്ങനെ ചെയ്യില്ല എന്ന് വാശി പിടിക്കുന്നത്. ഞാൻ കാരണം അവന്റെ ജീവിതത്തെ ബാധിക്കരുത് എന്ന് സുഭാഷ് പറയാ. ഞാനെന്താടാ പെണ്ണുങ്ങളെ കീശയിലിട്ടുകൊണ്ട് നടക്കുക? എടാ, തനിക്ക് വേണ്ടി എത്ര ആലോചനകളാ ഞാൻ കൊണ്ടുവന്നത്. ഇക്കാലത്ത് ആണുങ്ങളെക്കാളും പെൺകുട്ടികൾക്ക് ഡിമാൻഡ് കൂടുതലാണ് സുഭാഷെ. നന്നായി പഠിച്ചിരിക്കണം, നല്ല ശമ്പളം വേണം, വീട് നന്നായിരിക്കണം, അങ്ങനെ ഒത്തിരി ഡിമാൻഡുകൾ. പിന്നെ നമ്മുടെ പ്രശ്നങ്ങൾ നമുക്കറിയാമല്ലോ. എന്തായാലും ഞാൻ നോക്കാം, നല്ല കുടുംബത്തിൽ നിന്ന് വേണമല്ലോ എന്ന് ബ്രോക്കറും പറയുന്നു. എനിക്കങ്ങനെ ഒരു ഡിമാൻഡുമില്ല. സൗന്ദര്യമോ സമ്പത്തോ കുടുംബമോ ഒന്നും പ്രശ്നമല്ല. നമ്മുടെ വീട്ടിൽ വന്ന് കഴിയാൻ തയ്യാറുള്ള ഒരാൾ അത്രയേ വേണ്ടൂ എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും ബ്രോക്കറുടെ മൊബൈൽ റിംഗ് ചെയ്യുക. 1 മിനിറ്റ് എന്ന് പറഞ്ഞ് അയാൾ ആ കോൾ അറ്റൻഡ് ചെയ്ത് ഹലോ, അന്വേഷിക്കുന്നുണ്ട്, ഞാനേ ഒരു മീറ്റിംഗില, പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ബ്രോക്കർ കോൾ വെക്കുക. ബ്രോക്കർ സുഭാഷിനോടായി പറയുന്നുണ്ട്, രാവിലെ തുടങ്ങിയത് 3ാമത്തെ വിളിയാ. ഭർത്താവുമായിട്ട് ഡിവോഴ്സ് നോട്ടീസ് കൊടുത്ത പെണ്ണ. ഡിവോഴ്സ് കിട്ടാൻ ഇനിയും 2-3 മാസം എടുക്കും. അപ്പോഴേക്കും ഒരു ചെറുക്കനെ കണ്ടെത്തി നിശ്ചയം നടത്തണമെന്ന് പെണ്ണിന് വാശി. ഇവിടെ ആദ്യ കെട്ടിന് തന്നെ ആളെ കിട്ടാനില്ല, അപ്പോഴാര് 2ാം കെട്ട് എന്ന് പറഞ്ഞ് ബ്രോക്കർ ചിരിക്കുക. ഇനി അതിന് ഡിവോഴ്സ് ആയിട്ട് ചെറുക്കനെ കണ്ടെത്തണം. അപ്പൊ ശരി സുഭാഷേ, ഞാൻ അന്വേഷിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞ് ബ്രോക്കർ എഴുന്നേൽക്കും. ടെൻഷനോടെ സുഭാഷും അത് സമ്മതിക്കെ. പേടിക്കാതിരിക്കെ, നമുക്ക് റെഡിയാക്കാം, ഓക്കെ എന്ന് പറഞ്ഞ് ചിരിയോടെ നടന്നു നീങ്ങി. അതെ, പൈസ ഫോണിലോട്ട് ഇട്ടേക്കണം. ഓക്കെ എന്ന് പറഞ്ഞ് നടന്നു നീങ്ങുമ്പോഴേക്കും ബ്രോക്കറെ നോക്കി എന്തോ മനസ്സിൽ ആലോചിച്ചിരിക്കുന്ന സുഭാഷിനെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. ബസ് സ്റ്റോപ്പിൽ വെച്ച് സുധീഷ് വീണ്ടും നിർബന്ധിക്കുന്നതോടെ നികേഷ് ആ പെൺകുട്ടിയുമായി സംസാരിക്കുന്നതും അവൾക്ക് ചേട്ടനോട് സംസാരിക്കണമെന്നും ചേട്ടന്റെ നമ്പർ വേണമെന്നും നികേഷിനോട് പറയുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.